لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا رضاك والجنة ونعوذ بك من سخطك والنار. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد رحمة الله من الله. ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹുവേ. ഈ ഹാജിമാരെ കബൂലാക്കണേ അല്ലാഹുവേ. ഈ നിയ്യത്തും ഇഹ്റാമും നീ കബൂലാക്കണേ അല്ലാഹുവേ. ഈ കൂടി നിൽക്കുന്ന എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഈ തരത്തിൽ ഹാജിമാരെ സജ്ജമാക്കുന്നതിന് വേണ്ടി ഇവിടെ നടന്നിട്ടുള്ള സേവനങ്ങൾ, ഗവൺമെന്റിന്റെ സേവനം, കേരള ولا تردنا أيدينا خائبين آمين برحمتك يا أرحم الراحمين. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്നും ആദ്യ ഹജ്ജ് വിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്നും സൗദി എയർലൈൻസിന്റെ SV3783 വിമാനം 12:15 പറന്നുയരും. 279 ഹാജിമാരുമായാണ് യാത്രയാകുന്നത്. ഉച്ചയ്ക്ക് 3:40 ജിദ്ദയിൽ എത്തും. തുടർന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കും. 150 പുരുഷന്മാരും 128 സ്ത്രീകളുമാണ് ഇന്ന് ആദ്യ യാത്രയിൽ ഉണ്ടാക്കുന്നത്. ഹാജിമാർ രാവിലെ 6:30 തന്നെ കുളിച്ച് ശുഭ്രവസ്ത്രധാരികളായി പരിശുദ്ധ മക്കയെ ലക്ഷ്യം വെച്ച് ശരീരവും മനസ്സും നാദിനിൽ അർപ്പിച്ച് ലബ്ബൈക്കിന്റെ ഈരടികളുമായി ഉറ്റവരെയും ഇടവരെയും തനിച്ചാക്കി കണ്ണു നനഞ്ഞും കണ്ടമിടറിയും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി യാത്രയാകുമ്പോൾ ബന്ധുമിത്രാദികൾ, ചെറുമക്കൾ അവരുടെ കണ്ണും ഇറിനടിയിച്ച് യാത്രയാകുന്ന കാഴ്ചകളാണ് ഹജ്ജ് ക്യാമ്പ് സൈറ്റിൽ കണ്ടത്. രാജ്യത്തിനും സമൂഹത്തിനും പ്രത്യേകിച്ച് കേരളത്തിലെയും പ്രതിനിധീകരിച്ച് യാത്രയാകുന്ന ഹാജിമാർ നാഥന്റെ വിളിക്കുത്തരം നൽകി നബി ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗങ്ങൾ ഓർമ്മപ്പെടുത്തി ഹജ്ജ്, ഉംറ, തവാഫ് തുടങ്ങി കർമ്മങ്ങൾ ചെയ്ത് ഹൃദയം ശുദ്ധീകരിച്ച് തിരികെ വരുന്നു. രാവിലെ നടന്ന പരിപാടിയിൽ ബെന്നി ബെഹനാൻ MP ഫ്ലാഗ് ഓഫ് ചെയ്തു. MLA-മാരായ അൻവർ സാദത്ത്, മുഹമ്മദ് മുഹ്സിൻ, അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലിബ്, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് റാഫി, PT അക്ബർ, കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി, ഹൈദ്രോസ് ഹാജി, അനസ് ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. 2024 കൊച്ചി എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പിൻ്റെ പ്രവർത്തനം ഇന്നലെ വൈകിട്ട് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്ന് രാവിലെ 8:10 ഹാജിമാർ ക്യാമ്പിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനായി അവർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുകയും വിമാനം ഉച്ചയ്ക്ക് 12:10 ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയോടൊപ്പം വിവിധ ഏജൻസികളും ഒരുമിച്ച് ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്താകെ 3 എംബാർക്കേഷനിലും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന ഹജ്ജ് കമ്മിറ്റി മന്ത്രിയും അതുപോലെ തന്നെ ചെയർമാനും അടക്കമുള്ളവർ നേതൃത്വം ജൂൺ മാസം 20 വരെ ഹാജിമാർ യാത്ര പുറപ്പെടുന്നുണ്ട്. ജൂലൈയിലാണ് അവർ മടങ്ങി വരുന്നത്. നിലവിലെ ഹജ്ജ് ക്യാമ്പിന്റെ ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.